ആൺകുട്ടി ഒരു മിഡിൽ ഫിംഗർ കാണിച്ചു. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് എൻ്റെ അടുത്തിരുത്തിയിട്ട് വിളിച്ച് ചോദിച്ചു, മോനെ നീ എന്താ ചെയ്തേ, മിസ് അവർ പറഞ്ഞു തന്നെ ചെയ്തേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ മിഡിൽ ഫിംഗർ കാണിച്ചു അല്ലേ, അതിൻ്റെ അർത്ഥം എന്താ, ടീച്ചറിനോട് പറ, എൻ്റെ അടുത്ത് പറ, എൻ്റെ അടുത്ത് നിനക്ക് എന്താണെങ്കിലും പറയാലോ. ഇല്ല പറയാൻ പറ്റില്ല. പിന്നെ പറയാൻ പറ്റാത്തത് എന്തിനാ നീ പറയാൻ പോയത്, എന്താ പറ, വൃത്തികേടാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു വൃത്തികേട് എന്തിനാ മോൻ പറയാൻ നിൽക്കുന്നത്, അതിന്റെ അർത്ഥം എന്താന്ന് മോൻ പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്കറിയില്ല അതിന്റെ അർത്ഥം എന്താന്ന്, വൃത്തികേടാണെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ കാണിച്ചു. അപ്പൊ എന്തിനാണ് ഒരു പെൺകുട്ടിയെ നോക്കി മിഡിൽ ഫിംഗർ കാണിച്ചേ എന്ന് പറഞ്ഞപ്പോ അതിന്റെ മറുപടി എന്തായിരുന്നു അറിയോ, ബാഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു, അല്ലെങ്കിൽ അവള് എന്റെ സീറ്റിൽ വന്നിരുന്നു എന്നാ പറയുന്നത്. പിന്നെ ഈ വാപ്പാക്കും ഉമ്മാക്കും വിളിക്കുന്ന വിളി അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്കും വിളിക്കുന്ന വിളി എന്തിനാന്ന് ചോദിക്കുമ്പോൾ വെറുതെ തമാശക്ക്, വെറുതെ തമാശക്ക്, അതിന് എന്റെ കൂട്ടുകാരല്ലേ വെറുതെ തമാശക്ക് വിളിച്ചത്. പക്ഷെ ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. പലപ്പോഴും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് സംസാര രീതിയിലും പ്രവൃത്തിയിലും ഇടി. ഇപ്പൊ നമുക്കറിയാം ഫ്രണ്ട്സ് എല്ലാവരും കൂടി വഴക്കിട്ടിട്ട് ഒരു കുട്ടി മരണപ്പെട്ട കഥ അറിയാം. അതേപോലെ തന്നെ റാഗ് ചെയ്തിട്ട് അല്ലെ, ബാത്റൂമിൽ ഒരു കുട്ടിയെ ക്ലോസറ്റിൽ റാഗ് ചെയ്തിട്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്തത് അറിയാം. ഈ ഒരു കൈൻഡ് ഓഫ് തോട്ട്സ് ഒക്കെ എങ്ങനെയാ പോകുന്നത് കുട്ടികളെ, എങ്ങനെ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് ആളുകൾ എന്തുകൊണ്ടാണ് കൺസേൺഡ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം പാരൻസ് കൺസേൺഡ് ആകുന്നതിൻ്റെ കാര്യം റാദർ ദാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടിട്ട് അയാൾ മോറലി, അയാൾ കൾച്ചറലി തന്നെ വളരെ മോശം പയ്യനാണെങ്കിലും ഇഫ് ഹീ സ്റ്റഡിങ്, ഇഫ് ഹീ സ്കോറിങ് സംതിങ്, ദേ വിൽ ഫോർഗെറ്റ് ഓൾ തിങ്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ മറക്കും. അപ്പോൾ അറ്റത്തേക്ക് നോക്കുമ്പോൾ ജോലിയുമായിട്ട് ഈ വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വേണം, അതിൽ ഇത്ര മാർക്കുകൾ വേണം, സ്കോറുകൾ വേണം, കാര്യങ്ങൾ. അതുകൊണ്ട് അവർ ഭയങ്കര കെയർഫുള്ളാണ്. ഈ കുട്ടികൾ പോകുന്നുണ്ടോ, കൃത്യമായി പഠിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ചിട്ടുള്ള ആദ്യങ്ങൾ കാര്യങ്ങളൊക്കെ. ബട്ട് ദേ ആർ ടോട്ടലി ബ്ലൈൻഡ് അബൌട്ട് ദീസ് തിങ്സ്. കാര്യം എന്താണെന്നറിയാമോ, അവർക്ക് അതേ ചൊല്ലിയിട്ടൊരു ലക്ഷ്യം അവർ കാണുന്നില്ല. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അവർ ബ്ലെയിം ചെയ്യുക, സ്കൂളുകാരെ ബ്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പാവപ്പെട്ട ട്യൂഷൻ എടുക്കുന്ന ടീച്ചർമാരെ വേണമെങ്കിൽ അവർക്ക് ബ്ലെയിം ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് സാധ്യമല്ലാത്തതുകൊണ്ടിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കൊണ്ട് അവരുടെ മേളിൽ കൊണ്ടിട്ട് എന്തെന്ന് ചുമത്തുന്നത്. ഓക്കെ, കാര്യം. പക്ഷേ അതല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അവർക്ക് ആരുടെ മേലും ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. മോസ്റ്റ്ലി ദ ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ദെയർ ഓൺ ഹോം, അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കോൺട്രാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഇന്നത്തെ ജോലിയിൽ അവരുദ്ദേശിക്കുന്ന ഏത് ജോലിയും എടുത്ത് നോക്കിക്കോളൂ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ആ വിധത്തിൽ നമ്മുടെ ബിഹേവിയറൽ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം കൊണ്ടും ആ സ്പെക്ട്രം ഓഫ് പേഴ്സൺ ഒരു മനുഷ്യനെ പൂർണ്ണമായി എടുത്ത് നോക്കിയിട്ടാണ് ഇന്ന് പല ജോലികളിലും എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള, കമ്മ്യൂണിക്കേഷൻസ് പ്രശ്നമുള്ള, സ്ട്രെസ് ലെവൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളെ ഇന്ന് ജോലിക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേ വോണ്ട് ഗെറ്റ് ഇറ്റ് ജസ്റ്റ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടില്ല അവർക്ക്. നമ്മൾ അപ്പോൾ സംഘടിതമായി സ്കൂൾ പ്ലസ് ഫാമിലി ഹോം ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ബിഹേവിയറലായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുക, നല്ലതാണ് അത്. വീടുകളിൽ സാധ്യമല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ അതിനുള്ള വഴികൾ ഒരുക്കണം. കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ബിഹേവിയറൽ ഇഷ്യൂ എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മുടെ ടീനേജ് കുട്ടികളിലുള്ള തന്നെ മിക്ക ആളുകളും ദേ വോണ്ട് കംപ്ലീറ്റ് ഇൻ എ കമ്പനി ജസ്റ്റ് മോർ ദാൻ 1 ഇയർ, ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഡ്രോപ്പ് ആവുക. നേരത്തെ ഈ നമ്മൾ പറയുമല്ലോ ഭയങ്കര ദേഷ്യക്കാരെന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ട്. നേരത്തെ അവരെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഡ്രോപ്പ് ഔട്ട് ആവുക, അല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് തന്നെ ഇട്ടിട്ട് പോവുക, ക്വിറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഈ ജോലിയുടെ തന്നെ പോട്ടെ, ഞാൻ ജോലി എന്ന് തന്നെ പറഞ്ഞോട്ടെ, ആ ജോലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും. അവർക്ക് നല്ലൊരു ജോലിയും ആ ജോലിയുടെ നിലനിൽപ്പും ആ വിധത്തിലുള്ള അവരുടെ പ്രൊമോഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ എന്തുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്, ഇവരുടെ ഈ ഒരു ക്യാരക്ടർ ആൻഡ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടാണ്.